ഓ നമസ്ചണ്ഡികായി. പൊങ്കൽ ദക്ഷിണേന്ത്യയിലുള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട വിളവെടുപ്പ് ഉത്സവമാണ് പൊങ്കൽ. ദ്രാവിഡരാണ്, കൃഷിക്കാരാണ് ഇത് കൂടുതലായും ആചരിക്കുന്നത്. മകരമാസം തുടങ്ങുന്ന ഉത്തരായനം ആരംഭിക്കുന്ന ദിവസമാണ് ഈ പൊങ്കൽ ആഘോഷം തുടങ്ങുന്നത്. ജനുവരി 14 മുതൽ ഉള്ള 4 ദിവസങ്ങളിലാണ് പ്രധാനമായിട്ടും പൊങ്കൽ ആചരിക്കുന്നത്. ഒന്നാം ദിവസം ഭോഗി പൊങ്കൽ എന്ന് പറയും. ഭോഗി പൊങ്കൽ എന്ന് പറഞ്ഞാൽ ഉപഭോഗം കഴിഞ്ഞ വസ്തുക്കൾ അല്ലെങ്കിൽ പഴയ വസ്തുക്കളെല്ലാം വീട്ടിൽ നിന്ന് മാറ്റിവെക്കുക, ഒരു സ്ഥലത്ത് ഒതുക്കി വെക്കുക. അതുപോലെ നമ്മുടെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റിവെക്കുക. ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതാണ് ഭോഗിപ്പൊങ്കൽ. രണ്ടാം ദിവസം തൈപ്പൊങ്കലാണ്. അരി, പഞ്ചസാര, പാൽ, ശർക്കര തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു അലങ്കരിച്ച കലത്തിൽ പൊങ്കൽ പാകം ചെയ്യുന്നു. പൊങ്കൽ എന്നാൽ തിളച്ചു പൊങ്ങുക എന്ന അർത്ഥം. അപ്പോൾ ഈ പൊങ്കൽ തിളച്ച് പൊങ്ങിക്കഴിയുമ്പോൾ പൊങ്കലോ പൊങ്കൽ എന്ന് പറഞ്ഞ് വലിയ ശബ്ദത്തിൽ നമ്മൾ ആഘോഷം നടത്തും. അത് കഴിഞ്ഞ് ഈ പൊങ്കൽ നിവേദ്യം സൂര്യഭഗവാന് അർപ്പിക്കും. അതുപോലെ മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഈ ദിവസമാണ്. ഇത് രണ്ടാം ദിവസമാണ്, 16-ാം തീയതി. ഇനി 17-ാം തീയതി മാട്ടുപൊങ്കലാണ്. അതായത് കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മെ സഹായിക്കുന്ന മാടുകളെ ആദരിക്കുന്നതാണ്. അവർക്ക് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക, നല്ല വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് മാട്ടുപൊങ്കൽ ചെയ്യുന്നത്. ഇത് 3-ാം ദിവസമാണ്. ഇനി 4-ാം ദിവസത്തേത് കാണും പൊങ്കൽ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ മറ്റുള്ളവരെ പോയി കാണുക, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കാണാൻ പോവുക. ഇങ്ങനെ കാണാൻ പോകുമ്പോൾ ഒരു സാമൂഹിക ബന്ധം ശക്തിപ്പെടുക, അതുപോലെ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു സാമൂഹിക ബോധം ഉണ്ടാവുക, ഇതൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ കൃഷിയിൽ ഒക്കെ നമ്മെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സഹായം ചെയ്തു തരുന്നവരെ ആദരിക്കുന്നതായിട്ടുള്ള അതാണ് പൊങ്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. ഈ പൊങ്കൽ ആചരിച്ചാൽ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്? സൂര്യഭഗവാനെയാണ് നമ്മൾ ആചരിക്കുന്നത്. സൂര്യഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും. അപ്പോൾ സൂര്യന് കാരകത്വമുള്ള ആത്മപ്രഭാവം, ആത്മവിശ്വാസം, നേതൃത്വ ഗുണം, രോഗവിമുക്തി എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പൊങ്കൽ ആചരിക്കണം എന്ന് പറയുന്നത്. 15-ാം തീയതി തൃക്കേട്ട നക്ഷത്രമാണ്. അപ്പോൾ തൃക്കേട്ട, മൂലം, അതിൻ്റെ കേന്ദ്രഭാവങ്ങളിൽ വരുന്ന രാശിയിലെ നക്ഷത്രങ്ങളായ ചതയം, പൂരുരുട്ടാതി, തിരുവാതിര, പുണർദം, മകം, പൂരം എന്നീ നക്ഷത്രങ്ങൾക്കൊക്കെ ഈ പൊങ്കലിൻ്റെ ഫലം കൂടുതലായിട്ട് ലഭിക്കും. ഈ വർഷം സൂര്യദേവൻ്റെ അനുഗ്രഹം കാരണം ഇവർക്കൊക്കെ കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കും. ഇവർക്ക് മാത്രമല്ല, സൂര്യനെ പ്രാർത്ഥിച്ചാലും മതി, എല്ലാവർക്കും ഈ വർഷം സൂര്യഭഗവാന്റെ അനുഗ്രഹം കിട്ടും. എല്ലാവർക്കും ഒരു നല്ല വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.